بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 13-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പാരായണ നിയമവും അതിൻ്റെ മറ്റ് തജ്വീദി നിയമങ്ങളൊക്കെ മനസ്സിലാക്കി പലതവണ ആവർത്തിച്ച് പാരായണം ചെയ്ത് കാണാതെ ആയത്ത് പഠിക്കുകയും ആ ആയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകൾ നമ്മൾ കേൾക്കുകയും ചെയ്തു. ആയത്തിൻ്റെ അർത്ഥവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി അല്ലേ? അത്രയല്ലേ? ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു കാര്യം നമ്മളോട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ഒരു ഖുർആൻ പഠിതാവ് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അയാൾ ആ ഖുർആനിന്റെ ആയത്തിനോട് നീതി കാണിക്കുന്നത്. നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞ പോലെ, നമ്മൾ കേട്ടതുപോലെ, ഖുർആൻ ഇങ്ങനെ ഓതി ഹത്തം തീർക്കേണ്ട ഒരു ഗ്രന്ഥമായിട്ടല്ല ഖുർആനിനെ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഖുർആനിന്റെ പാരായണം പ്രതിഫലമുള്ള കാര്യമാണ്, മഹത്തായ പുണ്യകർമ്മമാണ്. അതിലെ ഓരോ അക്ഷരങ്ങളും അത് പാരായണം ചെയ്യുമ്പോൾ അതിന് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഖുർആൻ കേവലം ഇങ്ങനെ അർത്ഥമറിയാതെ ഓതി ഖുർആനിനോടുള്ള ബാധ്യത പൂർത്തിയാക്കി എന്ന് ഒരാൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം ഖബർ മുതലേ തുടങ്ങാൻ. മരണത്തിന് ശേഷം നമ്മളോട് ചോദ്യമുണ്ട്, നമുക്കറിയാം. ആ ചോദ്യം ഖബർ മുതൽ ആരംഭിക്കുന്നു എന്ന് നമുക്കറിയാം. ഖബറിൽ വെച്ചുള്ള ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഖുർആനെ കുറിച്ചാണ്. അവിടുന്ന് മറുപടി പറയാം. എന്താണ് ചോദ്യമെന്നും എന്താണ് നമ്മൾ മറുപടി പറയേണ്ടതെന്നും ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് മരണസമയത്തും ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ ചില ചോദ്യങ്ങൾ നമ്മളോടുണ്ട്. അത് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് മലക്കുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഖുർആനെ കുറിച്ചാണ്. അല്ലാഹു എന്താണ് നിങ്ങൾക്ക് ഇറക്കി തന്നത് എന്ന് മരണസമയത്ത് മലക്കുകൾ ഒരാളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മുത്തഖീങ്ങളായ ആളുകൾ അഥവാ ഖുർആൻ പഠിക്കുന്ന ആളുകൾ പറയുന്ന മറുപടി എന്തായിരിക്കും എന്നും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചുരുക്കം ഇതാണ്, പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും നമ്മളോടുള്ള സംസാരമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ ഹൃദയത്തോടാണ് സംസാരിക്കുക. ഖുർആൻ അല്ലാത്ത മറ്റു പല ഗ്രന്ഥങ്ങളും നമ്മൾ വായിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിലെല്ലാം നിന്നെല്ലാം ഖുർആനിലുള്ള വ്യതിരിക്തതയും പ്രത്യേകതയും എന്താണ്? നമ്മൾ ഒരുപാട് മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകമായിരിക്കും ബഷീറിന്റെ നോവലുകൾ, ബഷീറിന്റെ പുസ്തകങ്ങൾ. മലയാള ഭാഷയുടെ മലയാള സാഹിത്യത്തിന്റെ സുൽത്താൻ എന്നാണ് അറിയപ്പെടുക. മുഹമ്മദ് ബഷീർ സുൽത്താനാണ്. ആ സുൽത്താന്റെ രചനകൾ വായിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. മലയാളികളൊക്കെ അത് വായിക്കും. എന്താണ് അദ്ദേഹത്തിന്റെ എത്ര കഥകളായിരുന്നാലും മലയാള സാഹിത്യ തറവാട്ടിലെ സുൽത്താന്റെ പുസ്തകം എന്താ? അയാളുടെ കുറെ അനുഭവങ്ങളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ വീട്ടിലെ ആടും അദ്ദേഹത്തിന്റെ വീട്ടിലെ കോഴിയും അദ്ദേഹത്തിന്റെ കസിൻസുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾ, അതുപോലെ തന്നെ അയാളുടെ ജീവിത സാഹചര്യങ്ങളുടെ യാത്രകൾ, അയാളുടെ നാട്ടിലെ ആളുകൾ പ്രത്യേക സ്വഭാവങ്ങൾ, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയാണ് അയാൾ സ്വന്തം അനുഭവത്തെ പറയുന്നു. നമ്മളങ്ങനെ വായിക്കുന്നു, കഥകൾ അങ്ങനെ വായിക്കുന്നു, ഏതോ ഒരാളുടെ അനുഭവ കഥകൾ വായിക്കുന്നു. അത് വലിയ സാഹിത്യമാണ്. നമ്മളങ്ങനെ പറയും ചെയ്യുന്നു.
ഏത് പുസ്തകങ്ങളും അങ്ങനെയാണ്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. ഖുർആന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ വായിക്കുമ്പോൾ ഖുർആൻ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നും. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തോന്നണം. തോന്നിയിട്ടില്ല എന്ന് പറയുന്നതെങ്കിൽ എനിക്കിതുവരെ അങ്ങനെ ഞാൻ ഖുർആൻ വായിക്കുന്നത് നിന്നോട് പറയുന്നത് പോലെ, എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഖുർആൻ നമ്മൾ വായിക്കുന്ന പ്രകാരം വായിച്ചിട്ടില്ല. ഒരു സംശയം കണ്ടെത്താനില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തോന്നുന്നത്. ഖുർആൻ ഒരു സമൂഹത്തിൽ മാറ്റം വരുത്തി എത്രയോ തവണ നമ്മൾ കേട്ടത്. ആ മാറ്റം എന്താ നമുക്കറിയാം. ആ മാറ്റത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി. ഒറ്റ കാര്യം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആകുന്നതിന്റെ മുമ്പ് നബി ശിർക്ക് ചെയ്തിട്ടില്ല. നബി ശിർക്ക് ചെയ്തിട്ടില്ല. നബി കഅബാലയത്തിലെ ഒരു വിഗ്രഹത്തിനോട് നബി പ്രാർത്ഥിച്ചിട്ടില്ല. നബി ആ മുമ്പുണ്ട് 40 കൊല്ലത്തിന് മുമ്പ് നബി അത് ചെയ്യാത്തത് കൊണ്ട് ഒരാളും ശിർക്ക് ചെയ്യാതിരുന്നിട്ടില്ല. നബി മദ്യപിച്ചിട്ടില്ല 40 കൊല്ലം. നബിയാണ് മുമ്പത്തെ കഥകാരൊക്കെ. 40 കൊല്ലം നബി അവിടെ ജീവിച്ചു. എല്ലാവരും മദ്യപിച്ചു. നബി മദ്യപിച്ചിട്ടില്ല. നബി മദ്യപിക്കാത്തത് കൊണ്ട് ഒരാൾ കള്ളുടിക്കാതിരുന്നിട്ടില്ല. അവിടെ ഞാൻ പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണം. വ്യഭിചാരം സർവ്വസാധാരണമായിരുന്നു. നബി 40 കൊല്ലം, നബി ആകുന്നതിന് മുമ്പുള്ള കാലം 40 കൊല്ലം നബി അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. നബി ചെയ്യാത്തത് കൊണ്ട് ഒരിക്കലും അവിടെ ഒരാൾ വിധിക്കാൻ പറ്റില്ല. പിന്നെന്താ? ഖുർആനാണ് അവരെ മാറ്റിയത്. ഖുർആൻ ഇറങ്ങിയതിനു ശേഷം ഖുർആനിലെ ആയത്തുകളാണ് അവരെ മാറ്റിയത്. അവർ കല്ലുപിടിക്കാതിരുന്നത്, അവർ വ്യഭിചരിക്കാതിരുന്നത്, പലിശ വാങ്ങാതിരുന്നത്. നബി പലിശ വാങ്ങിയിട്ടില്ല. 40 കൊല്ലം നബി പലിശ വാങ്ങിയിട്ടില്ല. നബി ആ 40 കൊല്ലം നബി പലിശ വാങ്ങാത്തത് കൊണ്ട് ഒരാളും അവിടെ പലിശ വാങ്ങാതിരുന്നിട്ടില്ല. നബിയാകെ 40ാമത്തെ വയസ്സിൽ ഖുർആൻ ഇറങ്ങുന്നത്. അതിനുശേഷമാണ് പലിശ വാങ്ങാതിരുന്നത്, വ്യഭിചാരം ഒഴിവാക്കിയത്, കള്ളു കുടിക്കാതിരുന്നത്. അപ്പൊ എന്തിനാണ് പ്രത്യേകത? ഖുർആനിനാണ് പ്രത്യേകത. ഖുർആനിനാണ് പ്രത്യേകത. ഖുർആനാണ് അവരെ മാറ്റിയത്. ഇത് ഒരു കൊല്ലോ 2 കൊല്ലോ 4 കൊല്ലോ 10 കൊല്ലോ ഒന്നല്ല, 40 കൊല്ലം റസൂല് ഈ തിന്മൊന്നും ചെയ്യാൻ അവിടെ ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നബിയെ കണ്ട് ഒരാളും തിന്മ ചെയ്യാതിരുന്നിട്ടില്ല. ഖുർആൻ ഇറങ്ങി 23 കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. 23 കൊല്ലം. 40 കൊല്ലം പിന്നെ 40 കൊല്ലം ഇല്ല. ആ 23 കൊല്ലം കൊണ്ട് ആളുകളുടെ മാറി. ആ മാറ്റം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാരുണ്ടാവാം. അതിൽപ്പെട്ടവരെ നമ്മളും ഈ ഖിയാമത്ത് നാൾ വരെ വാഴ്ത്തപ്പെട്ട നമ്മളെ മാറ്റണം. ഈ ഗ്രന്ഥം മാറ്റണം. എന്തുകൊണ്ട് നമ്മൾ മാറി? നമ്മുടെ സ്വഭാവം നന്നായി, പെരുമാറ്റം നന്നായി, ഇടപാടുകൾ നന്നായി, കുടുംബജീവിതം നന്നായി. എന്തുകൊണ്ട്? ഖുർആൻ കൊണ്ട്. അതാണ് ഖബറിൽ ചോദ്യം. ഇമാം ഏതാണ്? ഇമാം ഖുർആൻ മുന്നിൽ നിൽക്കുന്നത്. അപ്പോ വദരിബലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇത് ജാഅൽ മുർസലൂൻ. ഈ ആയത്ത് അല്ലാഹു ഇറക്കിയതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മൾ കണ്ടെത്താൻ പോകാൻ ഇൻഷാ അല്ലാഹ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉദാഹരണമാണ് വദരിബലഹും മസലൻ അസ്ഹാബൽ ഖറിയ. ആ ഗ്രാമക്കാരുടെ ഉദാഹരണം നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. അഭിപ്രായപ്പെട്ടവരിൽ ഒരു അഭിപ്രായമാണ് കൈലാസം പറഞ്ഞത്. ഖുർആനിൽ ആ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ആ ഗ്രാമത്തിലെ ഏത് കഥയാണ്? ഒരു ഗ്രാമത്തിൽ പല കഥകളുണ്ടാകും. ആ ഗ്രാമത്തിൽ ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഗ്രാമത്തിലെ ഏത് കഥയാണ്? 3 മുർസലീങ്ങൾ അവരിലേക്ക് വന്ന സമയത്തെ കഥ. ഇത് ജാഅൽ മുർസലൂൻ. ആ മുർസലീങ്ങൾ ആരാന്ന് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. ആ മുർസലീങ്ങളെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പേരല്ല പ്രസക്തമാകുന്നത്.
ഗ്രാമത്തിന്റെ കഥകളും മറ്റ് ഗ്രാമങ്ങളെ കഥകളും വ്യക്തികളെ കഥകളും വസ്തുക്കളെ കഥകളും ഇതൊക്കെ അന്ന് ഉദാഹരിക്കണം. അല്ലാതെ അതിന് യാതൊരു ലക്ഷ്യമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അള്ളാഹ്ക്ക് ഉദാഹരണം പറയാൻ അതൊരു കൊതുകാകട്ടെ, അതിന് നീതകളാവട്ടെ, അള്ളാഹ്ക്ക് ഒരു മടിയില്ല. കാരണം ഉദാഹരണങ്ങൾ അള്ള പറയുന്നതിന്റെ പിന്നിൽ ഉദാഹരിക്കുന്ന വസ്തു ഏത് എന്നുള്ളതല്ല, മറിച്ച് എന്തിന് ആ ഉദാഹരണം പറയുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടതാണ്. സൂറത്ത് യാസീൻ നമ്മൾ പഠിക്കാൻ തുടങ്ങി. യാസീൻ ആദ്യമായി വരുന്ന ഒരു ഉദാഹരണം. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്തിന് അള്ളാഹു ഉപമകൾ പറയുന്നു എന്നാണ് പോയിന്റ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എന്തിന് ഉപമകൾ പറയുന്നു, എന്തിന് അള്ളാഹു ഉദാഹരണങ്ങൾ പറയുന്നു? ആ പറയുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് അറിയലും പഠിക്കലുമാണ് ഈ ആയത്തിന്റെ പഠനത്തിന്റെ പൂർണ്ണത. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ സൂറത്ത് ഇസ്രാ പഠിക്കുക. 17-ാം അധ്യായമായ സൂറത്ത് അൽ ഇസ്രാ, ബനു ഇസ്രായേൽ എന്നും അതിന് പേരുണ്ട്. അൽഗഫിന് തൊട്ടു മുന്നേ അതില് 86 മുതൽ 103 വരെയുള്ള ആയത്തുകൾ. തൊണ്ണൂറ്റിയേഴ് വരെയുള്ള ആയത്തുകൾ. 86 മുതൽ 97 വരെയുള്ള ആയത്തുകൾ വായിച്ചോളെ. നമ്മൾ ഈ ക്ലാസ്സിന് വരുന്നത് മാസത്തിൽ 2 ദിവസം ഒരു 45 മിനിറ്റ് സമയം മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ കലാമിന്റെ മുന്നിൽ നമ്മുടെ കണ്ണും കാതും ഹൃദയവും തുറന്നു വെക്കാനുള്ള ഒരു അവസരമായി നമ്മളിനെ കാണുന്നത്. ഇതൊരു പ്രസംഗമല്ല, വാഴ്ന്നു പറയല്ല. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓതുന്നു. നമ്മളല്ലേ ഓതും. ഞാൻ അങ്ങനെ കുറെ ഓതുന്ന പ്രസംഗിക്കലല്ല. ഇവിടെ വരുന്ന എല്ലാവരും ഖുർആനിലെ ഏതാനും ആയത്തുകൾ ഓതുന്നു, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു, ആ ആയത്തുകൾ അവർ വിരൽ വെച്ച് ആ ആയത്തിൽ ഓരോ പദങ്ങളും ശ്രദ്ധിക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഓതി, കുറച്ച് സമയം അത് കേട്ട്, കുറച്ച് സമയം ഖുർആനിലെ ആയത്ത് കണ്ട് നമ്മുടെ ഹൃദയത്തിൽ അത് കൊണ്ടുവന്ന് അങ്ങനെ മാസത്തിൽ 2 തവണ ഒരു 3/4 മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടുന്നു. അൽഹംദുലില്ലാഹ്. അത് വെറുതാവില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ വരുന്നത്. അപ്പൊ ആ ഒരു മനസ്സ് തന്നെയാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ഓർമ്മ ഈ ആയത്ത് ഓതി പോകും, ഒരുമിച്ചിരുന്ന് ഓർമ്മ.
കണ്ണും കാതും ഹൃദയവും ഉപയോഗപ്പെടുത്താത്ത ആളുകൾ നാളെ പരലോകത്ത് എങ്ങനെയാണ് വരിക എന്നാണ് ഇപ്പൊ അവസാന ഊതി ആയത്. അവസാന ഊതി ആയതാണ്. കണ്ണ് കാണാത്തവരായി, ചെവി കേൾക്കാത്തവരായി, മിണ്ടാൻ കഴിയാത്തവരായി നരകത്തിന്റെ മുന്നിൽ നാളെ ഒരുമിച്ച് കൂട്ടുന്നതാണ് ആ ആയത്ത്. അവസാനം വായിച്ച ആയത്ത്. ഞാൻ അവസാനം വായിച്ച ആയത്ത് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ആയത്ത് കേൾപ്പിച്ചതും ഈ ആയത്ത് ഊതിയതും അള്ളാഹു ഖുർആനിൽ എന്തിനെ ഉദാഹരണങ്ങൾ പറയുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തെയാണ്. ഗ്രാമമാകട്ടെ, ഗ്രാമങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, എന്തിനാണ് റൂമുകൾ പറയുന്നു എന്നതിനെയാണ്. അതിന്റെ ഒരു ഉത്തരമാണ് ഈ ആയത്തുകളിൽ അള്ളാഹ് പറഞ്ഞ കാര്യം. നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന പല കാര്യങ്ങളും ദുനിയാവിൽ ഉണ്ടാവാറുണ്ട്. കാത് തുറപ്പിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. നമ്മൾ ചിലതൊക്കെ അവഗണിച്ചപ്പോ ജീവിതത്തിൽ പലതും നമ്മളെ തേടി വന്നിട്ടുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ അള്ള ഗൗരവത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നിസ്സാരാക്കിയപ്പോ നമ്മളെ പലതും സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, പലതും നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അള്ള പറഞ്ഞ കാര്യം, റസൂല് പറഞ്ഞ കാര്യം ദീന് പ്രധാനമാണ്. ദീന് പ്രധാനമാണ്. ഏതൊക്കെ കാര്യത്തിൽ? അത് നമ്മളെ കച്ചവടമാവട്ടെ, നമ്മളെ കുട്ടികളെ പഠനമാവട്ടെ, കുട്ടികളെ കല്യാണമാവട്ടെ, വിവാഹമാകട്ടെ, എന്താവട്ടെ, ദീന് പ്രധാനം. ആ ദീനിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ, അത് കൊടുക്കാതിരിക്കാൻ കാരണം ഒന്നുകിൽ നമ്മളെ സ്നേഹിതന്മാരാവും, ചങ്ങാതിമാരാകും, അല്ലെങ്കിൽ നമ്മളെ ഭാര്യയാവും, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിലെ ആൾക്കാരാവും. പലരും ആയിരിക്കും ദീന് അവഗണിക്കാൻ കാരണമായത്. മനസ്സിലാവുക. ഈ ആയത്ത് അവസാനത്താക്ക് വാൻ എഴുതില്ല. മുഖത്ത് അള്ളാഹു നൽകുന്ന ഹിദായത്ത് ആർക്ക് കിട്ടിയോ അവനാണ് നേരായ മാർഗം പ്രാപിച്ചവൻ. ഖുർആനിലെ ഹിദായത്ത് കിട്ടിയവൻ ശരിയായ സന്മാർഗം പ്രാപിച്ചവൻ. ഇനി ആരെങ്കിലും അതിന് തെറ്റിപ്പോയാൽ, അത് അള്ളാഹ് പറഞ്ഞൊരു കാര്യത്തെ അവഗണിച്ച് നമ്മളെ നാട്ടിൽ നടക്കും പാമ്പൂരും നമ്മളെ ഇഷ്ടം നോക്കി. അള്ളാഹ് പറഞ്ഞ പോലല്ല എന്റെ കച്ചവടം എനിക്കറിയാം, അള്ളാഹ് പറഞ്ഞ പോലല്ല എന്റെ കുട്ടികളെ കല്യാണം എനിക്കറിയാം, അള്ളാഹ് പറഞ്ഞ പോലല്ല എന്റെ കുട്ടികളെ പഠനം എനിക്കറിയാം. മനസ്സിലായില്ലേ? എന്നിട്ടും നമ്മൾ എന്താക്കി തെറ്റിപ്പോയി എങ്കിൽ ആയത്ത് കണ്ടോളൂ. എന്താണെന്നറിയോ? ഫലൻ തജിദലഹും ഔലിയാഅ മിൻ ദൂനി.
അള്ളാഹനെ കൂടാതെ നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയെയും ഒരു രക്ഷകരെയും കണ്ടെത്താൻ കഴിയില്ല. ഒരു രക്ഷകരെയും കണ്ടെത്താൻ കഴിയില്ല. ആരും പകരം നിന്നാലും ഇതൊക്കെ അവഗണിച്ചിട്ട് നമുക്ക് വേറെ കുറെ ബന്ധുക്കളെയും കൂട്ടുകാരും ചെന്നാതിമാരും കുടുംബക്കാരും പെണ്ണിന്റെ വീട്ടുകാരും ആൾക്കാരൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അള്ളാഹ് പറയാ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ഒരു സഹായം കിട്ടൂല. ഇത് പടച്ചോൻ തീർത്ത് പറഞ്ഞേ. ഇതാരാ പറഞ്ഞാലേ നമ്മളെ പടച്ച് നമുക്ക് മക്കളെ തന്ന, നമുക്ക് കച്ചവട തന്ത്രം പഠിപ്പിച്ചു തന്ന, ഇത് അവസരങ്ങൾ തന്ന പടച്ചോനാ പറഞ്ഞത്. കിട്ടൂല. ഇനി ആരൊക്കെ അത് അവഗണിച്ചു? ചിലപ്പോ എന്താവും അതിനെ അവഗണിച്ചാൽ നമുക്കോട് ജീവിക്കാനൊക്കെ പറ്റും. ന്യായങ്ങൾ പറയാം, നമുക്കതിന്റെ ന്യായീകരണങ്ങൾ പറയാം. അങ്ങനൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിച്ചു മരിച്ചുപോയി. അള്ളാഹ് പറയാണ് പരലോക ദുനിയാവിൽ അവന് കണ്ണു കൊടുത്തത് എന്തിനാണെന്നറിയോ? നമ്മൾ കണ്ണു തന്നത് നമ്മൾ വിചാരിച്ച ദുനിയാവിന്റെ സൗന്ദര്യം കാണാൻ, നമ്മുടെ മക്കളെ കാണാൻ, ഈ ദുനിയാവ് കാണാൻ കണ്ണു തന്നതാണ്. അള്ളാഹ് പറഞ്ഞത് അതിനൊക്കെ തന്നെയാണ് കണ്ണ്. പക്ഷെ കണ്ണ് ഒന്നാമതായി തന്നത് എന്തിനാണെന്നറിയോ? ഖുർആനിലേക്ക് നോക്കാനാണ്, ഖുർആൻ പഠിക്കാനാണ്. കാരണം കണ്ണുകൊണ്ട് ആദ്യം കാണുന്ന സംഗതി ഇതാണ് എങ്ങനെ നടക്കണം. ഒരു കാല് പഠിച്ചത് ആ കാല് എങ്ങനെ മുന്നോട്ട് വെക്കണം എന്ന് ഈ ഗ്രന്ഥം പറയുന്നത്. അപ്പൊ ഇത് പഠിക്കണം. ആദ്യം കണ്ണെന്നുള്ളതിനാണ്. ചെവി വന്നത് ദുനിയാവിലെ പലതും കേൾക്കാനാണ്. എങ്കിൽ ആദ്യം കേൾക്കുന്നത് ഖുർആനാണ്. ഖുർആൻ കേൾക്കാത്തവന് ബാക്കിയുള്ളതൊക്കെ കേൾക്കാൻ മനസ്സിലാവില്ല. കേൾക്കാൻ പാടില്ലാത്തത് എന്താണ്, കേൾക്കേണ്ടത് എന്താണ് മനസ്സിലാവില്ല. ചിന്തിക്കേണ്ടവൻ എങ്ങനെ ചിന്തിക്കണം, എന്തിനെ പറ്റി ചിന്തിക്കണം. വെറും ചിന്ത ദുനിയാവ് മാത്രമാണ്. അതൊരു ദിശയ്ക്ക് പോകുന്നുള്ളൂ. വലിയൊരു ചിന്ത മറ്റൊരു ദിശയ്ക്ക് പോകണം. അത് പോകാത്തതിന്റെ കാരണം ഇതുകൊണ്ടാണ്. ഖുർആനിലേക്ക് ചിന്ത വരാത്തതുകൊണ്ടാണ്. ഹൃദയം ഖുർആനിലേക്ക് ഇറക്കി വെക്കാത്തതാണ്. അള്ളാഹ് പറയാണ് എന്തിനാ ഒരു കാത് കൊടുത്തത്, എന്തിനാ കണ്ണു കൊടുത്തത്? അതിന്റെ യഥാർത്ഥ ഉദ്ദേശം ചെയ്തില്ല, മാറ്റം അവർ ചെയ്തു. അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യം നടക്കുന്നില്ല. അതുകൊണ്ട് കണ്ടോളൂ, ഖിയാമത്ത് നാളിൽ മഹ്ശറിലെ ഒരുമിച്ച് കൂട്ടര് അലാ വുജൂഹിഹിം മുഖത്തിലായിട്ടാണ്. മുഖമായിരിക്കും നിലത്തുണ്ടാവും, കാല് മേലെ. അപമാനിതനായിട്ടായിരിക്കുന്ന തല കുത്തന പരലോകത്ത് വരും. മുഖത്തായിട്ട് ഒരുമിച്ച് കൂട്ടും. ആ മുഖം എങ്ങനെയാണ്? ഉമ്യ, കണ്ണ് കാണൂല, കണ്ണുണ്ടാവൂല ആ മുഖത്ത്. കാതുണ്ടാവൂല, കേൾക്കാനും കഴിയില്ല, സംസാരിക്കാനും കഴിയില്ല. ഒന്നിനും പറ്റാത്ത രൂപത്തിൽ അറിയാം പരലോകത്ത്. ബഹുവാഹുജഹന്ന, നരകമാണ് അതിന്റെ സങ്കീർണം. അതിങ്ങനെ അണയുമ്പോ അതിന്റെ തീച്ചോനെ കൂട്ടിക്കൊടുക്കുന്ന അള്ളാഹ് പറയാം. അതാണ് ഇമാം അവിടെ വളരെ ഹൃദയത്തിൽ തട്ടി കരഞ്ഞുകൊണ്ട് ആ ആയത്ത് ഓതിയത്. നരകത്തിന്റെ അഗ്നി ആ നാളങ്ങൾ കുറയുമ്പോ അതിന്റെ നാളങ്ങൾ അങ്ങനെ ആളി കത്തിക്കപ്പെടും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. എവിടുന്നാണ് ഇത് തുടങ്ങിയത്? ഞാൻ മുഴുവൻ ആയത്തിന്റെ അർത്ഥം പറഞ്ഞില്ല, സമയമില്ല. നിങ്ങളത് ഒഴിവ് പോലെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എവിടുന്നാണ് തുടങ്ങിയത്? 86. അതെന്താ പറഞ്ഞത്? ശരിക്കും ശ്രദ്ധിക്കണം ആയത്ത്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അതൊരു കാര്യം തീർത്തു പറയാം. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വഹിയുണ്ടല്ലോ, ഇത് നാം പിൻവലിക്കുമായിരുന്നു. ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഹിയെ നിർത്തുമായിരുന്നു. ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വഹിയുണ്ടല്ലോ ഖുർആൻ, അതിൽ നാം പിൻവലിക്കുമായിരുന്നു, തിരിച്ചെടുക്കുമായിരുന്നു. അല്ല പറയാ ബാക്കികൾക്ക് അതെങ്ങാൻ തിരിച്ചെടുത്താൽ പിന്നെ നിനക്ക് ഒരു ഫലമേൽപ്പിക്കുന്ന ആളെയും കണ്ടെത്താൻ കഴിയില്ല. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ആരോടാ അല്ലെ? ഇത് ശരിക്ക് ആരെ ബാധിക്കണത്? നമ്മളെ. നമ്മളിൽ നിന്ന് ഖുർആൻ മാറ്റപ്പെട്ടാൽ, എടുത്തു മാറ്റപ്പെട്ടാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖുർആനിന്റെ യാതൊരു വരെ അവിടെ ഉണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സിന് പോയി, നമ്മളെ മനസ്സിന് ഖുർആൻ പോയി, നമ്മുടെ ജീവിതത്തിന് ഖുർആൻ പോയി. അങ്ങനെ പോയാൽ പിന്നെ ഒരു കൈകാര്യകർത്താവിന്, ഒരു വരവേൽപ്പിക്കുന്നവരെ കണ്ടെത്താൻ കഴിയില്ല. എവിടെയും വെക്കാൻ പറ്റില്ല. നമുക്കൊരു സങ്കടം പറയാൻ, നമുക്കൊരു വിഷമം പറയാൻ, നമുക്ക് നമ്മളെ ദുഃഖം പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് പറഞ്ഞ പേരെന്താ? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് പറഞ്ഞ പേരെന്താ? മുത്തഖീൻ. മുത്തഖീൻ എന്നാണ് പറഞ്ഞത്. ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹ് പറഞ്ഞവര് മുത്തഖീൻ എന്നാണ്. ഈ മുത്തഖീങ്ങൾക്കുള്ള ഒരുപാട് ഗുണങ്ങളിൽ, മെച്ചങ്ങളിൽ, നേട്ടങ്ങളിൽ
രണ്ടെണ്ണം എന്താണെന്നറിയോ? ഒന്ന്, ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളെ കൂടെ ഉണ്ടാവും. വല്ലാഹു വലിയുൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളെ സഹായിക്കുന്നവരായിരിക്കും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, ഖുർആൻ പഠിക്കുന്ന മുത്തഖീങ്ങൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്, അല്ലാഹുവിന് ഭയങ്കര സ്നേഹമാണ്. എന്താ വേണ്ടത്? എന്തുകൊണ്ടാണ്? എന്താ യോഗ്യത പറയുന്നത്? ഖുർആൻ പഠിക്കുന്നു എന്നതാണ് യോഗ്യത. എത്തിക്കും പടച്ചോ സഹായം. വമയ്യത്തഖില്ല, കേട്ടോളൂ, ആരെങ്കിലും മുത്തഖിയായി ജീവിക്കുകയാണെങ്കിൽ പുറത്ത് കടക്കാൻ മഖ്റജ് എന്ന് പറഞ്ഞ എക്സിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ അവിടെയാണ് മഖ്റജ്, ഒരു വഴി. പ്രതിസന്ധികളിൽ നിന്ന് അകപ്പെട്ട പ്രയാസങ്ങൾ പുറത്ത് കടക്കാൻ അള്ളാഹു ഒരു മാർഗം കാണിച്ചു തരും. മിൻ ഹൈതു ലാ യഹ്തസിബ്, നിങ്ങൾ ഒരിക്കൽ വിചാരിക്കാത്ത രൂപത്തിൽ, നിങ്ങൾ കണക്ക് കൂട്ടുക പോലും ചെയ്യാത്ത വിധത്തിൽ അള്ളാഹു നിങ്ങൾക്ക് രക്ഷമാർഗം കാണിച്ചു തരും. ആർക്കറിയാം? ആർക്ക്? മുത്തഖീങ്ങൾ. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ഞാൻ ചേർത്ത് ഒരു സംഭവം പറയാം. നമ്മുടെ നാട്ടിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ് അയച്ചു. എന്താണെന്നറിയാം? പാകിസ്ഥാനിലെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ മുഹമ്മദ് ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ വിമാനം കയറി. മാസങ്ങളോളം കാത്തിരുന്നാൽ പോലും ഒരു ഡേറ്റ് കിട്ടാത്ത ഡോക്ടർ, ഒരുപാട് മാരകമായ രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയ പ്രസിദ്ധനായ ഡോക്ടർ മുഹമ്മദ് അഹമ്മദ്. അദ്ദേഹം ലോക ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ വിമാനം കയറി. അങ്ങനെ വിമാനം കയറിയിട്ട് അയാള് ഇറങ്ങേണ്ട വിമാനത്താവളത്തിലല്ല വിമാനം ഇറങ്ങിയത്. പ്രതികൂല കാലാവസ്ഥ കാരണം മറ്റൊരു എയർപോർട്ടിലാണ് വിമാനം കൊണ്ട് ഇറക്കിയത്. അപ്പൊ അദ്ദേഹം എയർപോർട്ട് അധികൃതരോടും വിമാന കമ്പനിയോടൊക്കെ പരാതി പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പോണം, പെട്ടെന്ന് എത്തേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞപ്പോ അവര് അദ്ദേഹത്തിന് ഒരു ടാക്സി ഏർപ്പാടാക്കി കൊടുത്തു. ആലോചിക്കണമെന്നുണ്ടോ? ഒരു ടാക്സി ഏർപ്പാടാക്കി കൊടുത്തു. ആ ടാക്സിയിൽ അദ്ദേഹം പോവുകയാണ്. ആ ടാക്സിയിൽ ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ കുറെ ആൾ പോയപ്പോ വീണ്ടും കാലാവസ്ഥ പ്രതികൂലമായി. മഴയും കാറ്റും ഇടിയും ഒക്കെ വന്ന് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ കാർ നിർത്തേണ്ടി വന്നു. നോക്കിയപ്പോൾ വിജനമായ സ്ഥലം, മൊബൈലില്ല, മൊബൈലിന് റേഞ്ച് ഇല്ല, ഒന്നുമില്ല, ഒരാളായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വീട്, ഒറ്റപ്പെട്ട ഒരു വീട് മാത്രം കാണുന്നുണ്ട്. അദ്ദേഹം കാറിനിറങ്ങി ആ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരെ വിളിച്ചപ്പോ അദ്ദേഹം വാതിലിങ്ങനെ ചാരി വെച്ച വാതിൽ നോക്കിയപ്പോ കണ്ടതെന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീ, ഒരു വയസ്സായ സ്ത്രീ നിസ്കരിക്കുക, നിസ്കരിക്കുക. അപ്പുറത്ത് കട്ടിയിൽ ഒരു കുട്ടി, ചെറിയൊരു കുട്ടി കിടക്കുന്നുണ്ട്. രോഗിയായ ഒരു കുട്ടിയെ പോലെ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്, രോഗി കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ആ ഡോക്ടർ ആ ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം വേണം. അങ്ങനെ വെള്ളം വാങ്ങി കുടിച്ചതിന് ശേഷം ഡോക്ടർ ചോദിച്ചു, ഈ കുട്ടിക്ക് എന്ത് പറ്റിയതാ, എന്താണ് ഈ കുട്ടിക്ക്? അപ്പോ അമ്മ പറഞ്ഞു, ഇതിന്റെ പേരക്കുട്ടിയാണ്, ഇവന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ചുപോയി, ഇതിന്റെ പേരക്കുട്ടിയാണ്, ഇവരുടെ മാരകമായ അസുഖം, ഒരുപാട് ചികിത്സിച്ചു, ഇനി എന്തും വിറ്റുപെറുക്കി ചികിത്സിക്കാനൊക്കെ തയ്യാറാണ്, പക്ഷെ രോഗം മാറുന്നില്ല, വളരെ മാരകമായ അസുഖമാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് ഈ തെക്കൻ പാകിസ്ഥാനിലെ ഒരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടർ അടുക്കലേക്ക് നിങ്ങൾ ഈ കുട്ടിയെ എത്തിക്കുകയാണെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് ചിലപ്പോൾ ഈ അസുഖം ഭേദമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കുട്ടിയെ എങ്ങനെ അവർക്ക് എത്തിക്കാം? എന്നെ കൊണ്ട് കഴിയില്ല, കൊണ്ടുപോകാൻ കഴിയില്ല, ചികിത്സിക്കാനുള്ള പൈസ അടുക്കലില്ല. പക്ഷെ ഞാൻ എന്നും ഞാൻ നിസ്കരിക്കണം, എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ റബ്ബിനോട് എന്നും ദുആ ചെയ്യുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ അസുഖം മാറ്റിത്തരാം, എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരാം. ഒരാളെ മുന്നിൽ ഞാൻ കൈകൊണ്ടാൻ പോയിട്ടില്ല, ഇന്നേ വരെ റബ്ബിനെ വാങ്ങി ഞാൻ ജീവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഈ ഡോക്ടർ പേരെന്താണ്, ഏതാ ഡോക്ടർ? അപ്പം ആ അമ്മ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് ഇഷാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നോട് പറഞ്ഞത്. ഡോക്ടർ പറയാണ്, അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ ഡോക്ടർ, ആ ഡോക്ടറാണ് ഞാൻ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ നിങ്ങളെ മുന്നിലൂടെ എത്തിച്ചത്, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ നിങ്ങളെ മുന്നിലൂടെ എത്തിച്ചത്. സഹോദരനെ, അള്ളാഹുവിന്റെ സഹായം വാങ്ങാൻ
എല്ലാ സബബുകൾക്കും കാര്യകാരണങ്ങളും അപ്പുറം റബ്ബിന്റെ സഹായം. നമ്മൾ ചിന്തിക്കുക പോലും വിചാരിക്കുക പോലും ചെയ്യാത്ത ഒരു മാർഗത്തിലുള്ള അള്ളാന്റെ സഹായം നമ്മളെ മുന്നിൽ ഇറങ്ങി വരും സൗകര്യം. അതിന് നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞ ഖുർആൻ പഠനമാണ്. അതിവിടെ കിട്ടേണ്ടതാണ്. ഇത് നമ്മൾ മാറ്റിവെച്ചാൽ, ഇത് നമ്മൾ ഒഴിവാക്കി വെച്ചാൽ അള്ളാഹ് പറയാണ് കിട്ടൂല. പിന്നെ പകരം നിന്നെ സഹായിക്കാൻ, നിനക്ക് ബലം ഏൽപ്പിക്കാൻ ഒരാളെ നീ കണ്ടെത്തൂല. അടുത്ത ആയത്ത് വയ്ക്കുക. അള്ളാഹുവിന്റെ നിന്റെ റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ. ഈ ഖുർആൻ റഹ്മത്താണ്. നമ്മളിവിടെ എന്തെന്തുകൊണ്ടാണ് എല്ലാ ഒന്നിടപെട്ട ഞായറാഴ്ചയും ഇവിടെ വരണം എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത്, ഇവിടെ എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അള്ളാന്റെ റഹ്മത്താണ്. അള്ളാന്റെ റഹ്മത്തിലേക്ക് എത്താൻ പറ്റുന്ന സഹോദരങ്ങളെ, അള്ളാന്റെ റഹ്മത്താണ് ഇവിടെ നമ്മളെ എത്തിച്ചതെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ റഹ്മത്ത് ഇവിടെ വേണ്ടാന്ന് നോക്കുമോ? അള്ള തരുന്നൊരു റഹ്മത്ത് ആർക്കാ വേണ്ടത്? അള്ള തരുന്നൊരു റഹ്മത്ത് ആർക്കാ ആവശ്യമില്ലാത്തത്? അള്ള തന്ന റഹ്മത്താണ് നമ്മളിവിടെ എത്തിച്ചതെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്താതിരിക്കുമോ? ഈ വിളി കേൾക്കാതിരിക്കുമോ? ഈ ക്ഷണം നമുക്ക് നിരസിക്കാൻ കഴിയുമോ? ബാക്കി തീർന്നില്ല. ബാക്കി വൈകി നിന്റെ മേലുള്ള അള്ളാന്റെ ഫദ്ല് അത് ഭയങ്കരമാണ്. ഏതാ ഫദ്ല്? ഇവിടെ അള്ളാഹ് ഉദ്ദേശിച്ചാൽ പിൻവലിക്കുന്ന സാധനം ഏതാ? അത് പിൻവലിക്കാതെ ഖുർആൻ നിനക്ക് നൽകി എന്നത് അള്ളാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ ഫദ്ലാണ്. നിന്റെ മേലുള്ള ഏറ്റവും വമ്പിച്ച കബീറായ ഫദ്ലാകുന്നു. ബാക്കി എന്താണ് ഖുർആൻ പറഞ്ഞാൽ? നിസ്സാരമാണോ? അല്ല. ഏതാണ് ഈ ഖുർആൻ? ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താ? ഇങ്ങനൊരു ഖുർആൻ അള്ളാഹ് തരാൻ കഴിയില്ല. ഇങ്ങനൊരു ഖുർആൻ വേറൊരാൾ കൊണ്ടുവരാന്ന് വിചാരിച്ചാൽ സകല മനുഷ്യന്മാരും സകല ജിന്നുകളും കൂടി ഒരുമിച്ച് കൂടിയാലും ഇങ്ങനെ ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. ഓരോ അവർ ജിന്നും മനുഷ്യരെല്ലാം കൂടി അങ്ങോട്ടും സഹായിച്ച് കണ്ട് ചെയ്താൽ പോലും ഈ ഖുർആൻ പോലെ ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. ഇതിന്റെ വലുപ്പാണ് പറഞ്ഞത്, ഇതിന്റെ മഹത്വ പറഞ്ഞത്. അപ്പൊ ഖുർആനിൽ നമ്മൾ പഠിക്കുമ്പോ ആ ഖുർആനിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? അതാണ് ശരിയാണ്. എന്തിനുള്ള ഖുർആൻ ഉദാഹരണം പറയുന്നു? തീർച്ചയായും ജനങ്ങൾക്ക് നാം വിവരിച്ചു കൊടുത്തിരിക്കുകയാണ്. എല്ലാ തരം ഉദാഹരണങ്ങളും അവിടെ പറഞ്ഞു. കർമ്മങ്ങൾക്ക് ഉദാഹരണമുണ്ട്, വിശ്വാസത്തിന് ഉദാഹരണമുണ്ട്, തൗഹീദിന് ഉദാഹരണമുണ്ട്, സ്വഭാവത്തിന് ഉദാഹരണമുണ്ട്, ബന്ധ ജീവിതങ്ങൾക്കും ഉദാഹരണങ്ങളുണ്ട്, നമ്മുടെ കച്ചവടത്തിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ അത് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ വസ്തുത? എന്നാൽ ഭൂരിപക്ഷം ജനങ്ങളും അത് നിഷേധിക്കുകയാണ്, നന്ദികേട് കാണിക്കുകയാണ്, അതിനെ അവർ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂരിപക്ഷം ആൾക്കാർക്കും ഇതൊന്നും വേണ്ട. അപ്പൊ ഭൂരിപക്ഷം പോയാൽ പിന്നെ ആരുണ്ടാവുക? ന്യൂനപക്ഷം, കുറച്ചാൾക്കാർ. അതിൽ ഉൾപ്പെടാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അൽഹംദുലില്ലാ. ബാക്കി ഇനി ഈ ഖുർആൻ ശ്രദ്ധിക്കുക. ഈ ഖുർആൻ, ഇതിലെ ഉദാഹരണങ്ങൾ, ഇതിലെ ഉപമകൾ, ഇതിലെ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയുമ്പോ ജനങ്ങൾ ഇങ്ങോട്ട് സാധാരണ എല്ലാ കാലഘട്ടങ്ങളിലും ആൾക്കാർക്കൊക്കെ വേണ്ടത് അത്ഭുതങ്ങളാണ്. എന്താ വേണ്ടത്? അത്ഭുതങ്ങൾക്ക് പിന്നാലെയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ആൾക്കാർ ഇങ്ങനെ പോണത്? മതം ഉള്ള കുറച്ചൊക്കെ ഭക്തിയും ധീരവും ഒക്കെ ഉള്ള ആളുകൾ വരെ ചില മനുഷ്യ ദൈവങ്ങളെ മുന്നിൽ പോയിരിക്കുക. ആ മനുഷ്യ ദൈവങ്ങൾ അത്ഭുതങ്ങൾ കാണിക്കുക. അവര് കാണിക്കുന്ന അത്ഭുതങ്ങൾ മാജിക്കാണ്. അവര് കാണിക്കുന്നതൊക്കെ കയ്യിൽ നിന്ന് പൊടിയെടുക്കുന്നത് അത് ഒരു രാസപദാർത്ഥമാണ്. മനസ്സിലായി പറഞ്ഞത്? എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? തലന്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ മുടിയുടെ ഉള്ളിൽ നിന്നൊരു ചെറിയ ചെറുനാരങ്ങ എടുക്കുന്നവര് അതിന് പകരം അതിനുള്ളിൽ ഒരു തേങ്ങ എടുത്താന്ന് പറഞ്ഞാൽ എടുക്കാൻ കഴിയില്ല, പറ്റിയെടുക്കാൻ
പറ്റും. എന്നിട്ട് അങ്ങനെയുള്ള മനുഷ്യന്മാരെ മുന്നിൽ പോയിരുന്ന് ആളുകൾക്ക് എന്ത് വേണം? അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ദൈവത്തെ ആവശ്യം, ഒരു ശക്തിയാണ് ആവശ്യം. അവിടെ മനുഷ്യന്മാർ പോയി ഭജനിക്കുന്നത്. ഖുർആനൊന്നും വേണ്ട, അത്ര കേന്ദ്രങ്ങളാണ് മനുഷ്യന്മാർ പോയിരിക്കുന്നത്. എന്നിട്ട് അവരാണ് കുറച്ചൊക്കെ ഭക്തിയുള്ള ആൾക്കാർ, ഈമാൻ തത്വമൊക്കെയുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ കാണുന്നതാണ്. ഖുർആന്റെ മുന്നിൽ ഇരിക്കുന്നവരല്ല, ഖുർആൻ പഠിക്കാൻ തയ്യാറാകുന്നവരല്ല, ഖുർആനെ പറ്റി ചിന്തിക്കാൻ തയ്യാറാകുന്നവരൊന്നുമല്ല. അതാണ് ഈ ആയത്ത്. ഇനി ഞാൻ അർത്ഥം പറയാം. 90, 91, 92, 93 ഇത്രയും ആയത്തുകള് ഈ പ്രവാചകൻ എന്താണ് അത്ഭുതം കാണിക്കാത്തതെന്നാ ചോദിക്കുന്നത്. ഒരു സ്വർണത്തിന്റെ കൊട്ടാരം ഉണ്ടാക്കാത്തത്, ആകാശത്തിൽ കോണി വെച്ച് കയറി പോകാത്തത്, ഇതൊക്കെയാണ് ചോദ്യം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അവർക്ക് ഇങ്ങനെ അത്ഭുതങ്ങൾ കാണണം. എന്താണ് അത്ഭുതങ്ങളൊന്നും കാണിക്കാത്തതെന്നാ ചോദിക്കുന്നത്. ആ പത്താവ് കൊടുക്കുന്ന മറുപടി നോക്കുന്നത് 94 ഈ ഹുദയാകുന്ന ഖുർആൻ അതിൽ വിശ്വസിക്കാൻ ജനങ്ങളെ തടയുന്ന കാര്യം എന്താണ്? അള്ളാഹു അയച്ചത് ഒരു റസൂല്, മനുഷ്യരായ റസൂലിനെയാണ് എന്നതല്ലാതെ കിട്ടുന്നത്. എന്നാൽ ഒരാൾക്ക് വേറെ നിൽക്കുന്നത് കണ്ടുകൂടാ. മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നത ഒരാൾക്ക് ഒരു കച്ചവടക്കാരനെ മറ്റേ കച്ചവടക്കാരനെ കണ്ടുകൂടാ, ഒരു പെണ്ണിന് വേറൊരു പെണ്ണിനെ കണ്ടുകൂടാ. ഒരു വീട്ടിലെ മരുവോളെ മറ്റേ വീട്ടിലെ മരുവോക്ക് പറ്റൂല. മനുഷ്യൻ അങ്ങനെയാണ്, അങ്ങനെ ആവാൻ പാടില്ല. എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഇല്ലാതാവുകയാണ്, വിശാല പോവുകയാണ്. മനുഷ്യൻ സ്വയം ദുരിതത്തിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. അപ്പൊ ഇവരുടെ നിഷേധത്തിന്റെ കാരണം എന്താണ്? ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് മൂപ്പര് ഓരോ നടത്തുന്ന പരിപാടിയല്ലേ, അതിക്ക് വിളിക്കുന്ന ആളാരാ? അത് മറ്റാളല്ലേ, ഇത് ഈ ആളല്ലേ, അതാ ആളല്ലേ. ഖുർആനിലേക്ക് ക്ഷണിക്കുന്ന മനുഷ്യൻ ചിന്ത പോണില്ല. ഖുർആൻ പഠിക്കാനാണ് വിളിക്കുന്നത് പോണില്ല. വിളിക്കുന്ന ആളെ പറ്റി ചിന്തിക്കുക. അയാളെ നമുക്ക് എന്താക്കാൻ പറ്റൂല, ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പൊ റസൂലായിട്ട് എന്തിനാണ് ഈ മുഹമ്മദിനെ പറഞ്ഞ കുറേശ്ശല്ലേ? ഞങ്ങളെ കൂട്ടത്തിലെ വ്യക്തിയല്ലേ മുഹമ്മദ്. ഖുർആനെ അല്ല, വ്യക്തിനെ അവർ നോക്കിയത്. ഇത് കാലാകാലങ്ങളിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ ചിന്തയുള്ള ആളുകൾക്ക് ഖുർആൻ ഹിദായത്ത് കിട്ടൂല. അവനവൻ സ്വന്തത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കാത്ത കാലത്തോളം ബാക്കി. പക്ഷെ ഒരു മാർഗമില്ലല്ലോ. മനുഷ്യന്റെ കാര്യങ്ങൾ ആരാ പറഞ്ഞത്? മനുഷ്യന്റെ കാര്യങ്ങൾ ഒരു നമുക്ക് കാണിച്ചു തരേണ്ടത് മനുഷ്യനെ വെച്ചാണ്, അല്ലെ? മനുഷ്യന്റെ പ്രകൃതി, മരത്തിന്റെ പ്രകൃതിയാണോ മനുഷ്യന്? അല്ല. പറയാ, ചോദിക്കാം, അവരോട് പറയാ, ഭൂമിയിലൂടെ ശാന്തരായി നടക്കുന്ന മലക്കുകളാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഭൂമിയിൽ മനുഷ്യന്മാരല്ല ഉള്ളത്. പടച്ച ഭൂമിയിൽ ആരാണ്? മലക്കുകളാണ്. ഭൂമി കൂടെ നടക്കണോ, പിന്നെ കച്ചവടം ചെയ്യുന്നതും ജീവിക്കുന്നതൊക്കെ മലക്കുകളാണെങ്കിൽ അവർക്ക് കൂട്ടത്തിലേക്ക് ആരായിക്കോ? മലക്കിലായിരിക്കും. ഭൂമിയിൽ മനുഷ്യന്മാരാണ്. അപ്പൊ മനുഷ്യന്മാരെ അയക്കേണ്ടത് മനുഷ്യരായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും, അല്ലെ? മൈക്കൽ അച്ചഹാർട്ട് അദ്ദേഹത്തിന്റെ 100 പേരുള്ള പുസ്തകത്തിൽ ഒന്നാമനായി എണ്ണിയതായ ക്രിസ്ത്യാനിയായ അയാളുടെ പിന്നെ യേശുക്രിസ്തു ഈസാനബി വരെ എന്നെ 4ാമനായിട്ടാണ്, അല്ലെ? മുഹമ്മദ് നബി 1ാമനായി എണ്ണിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനി എന്നിട്ട് പിന്നെ നിങ്ങളെന്താ മുഹമ്മദ് നബി 1ാമനായിട്ട് ചോദിച്ചപ്പോ അയാൾ കൊടുത്ത മറുപടി എന്താ? മുഹമ്മദ് നബി കൊണ്ടുവന്ന ആശയത്തെ ജീവിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. മുഹമ്മദ് നബി കൊണ്ടുവന്നത് മുഹമ്മദ് നബി ജീവിച്ച് കാണിച്ചു തന്നു. മാതൃക മുന്നിലുണ്ട്. എങ്ങനെ ജീവിക്കാം? നമുക്ക് ജീവിക്കാം, അങ്ങനെ ജീവിക്കാൻ പറ്റും. അതാണ് എന്റെ പ്രത്യേകത. നബിയെ പറയുക, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായിട്ട് അല്ലാഹു മതി. മനുഷ്യൻ എന്തെന്നെ പറഞ്ഞാലും അവൻ അവന്റെ അടിമകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരും കണ്ടറിയുന്നവരുമാണ്. അടുത്ത അവസാന കാര്യത്തിന് അടുത്ത് വായിക്കണമല്ലോ, നേരത്തെ വായിച്ചു. അപ്പോ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ അവസ്ഥകൾ എല്ലാം ആർക്കറിയാം? അല്ലാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നു, മനസ്സിലാക്കുന്നു.
അതുകൊണ്ട് ആരൊക്കെ ഈ മാർഗം സ്വീകരിക്കും അതിന്റെ ഗുണം അവരെ കിട്ടും. ആരൊക്കെ ഈ മാർഗം തള്ളിക്കളയും അതിന്റെ ദോഷവും അവരെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഓരോ ഉദാഹരണങ്ങളും ഉദാഹരിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. കണ്ണും കാതും ഹൃദയവും തുറപ്പിക്കാനാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് വലിയൊരു ഉപമയാണ്. നമ്മൾ കണ്ടു. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് നമുക്ക് വലിയ ഉപമയാണ്, അല്ലെ? ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ MBBS കിട്ടണമെങ്കിൽ, ഒരു കുട്ടിക്ക് MBBS കിട്ടണമെങ്കിൽ, അത് നാട്ടിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടണമെങ്കിൽ ആ കുട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും? ആ റാങ്ക് ലിസ്റ്റിൽ കുട്ടിയിലെത്താൻ എത്ര ഉറപ്പ് വെച്ചിട്ടുണ്ടാകും? ആ മാതാപിതാക്കൾ എത്ര അവരുടെ അഭിലാഷങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും? എത്ര യാത്രകൾ മുടക്കിയിട്ടുണ്ടാവും? എത്ര കല്യാണ സർക്കാർ മുടക്കിയിട്ടുണ്ടാവും? ആ മാതാപിതാക്കൾ ആ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ച സമ്പത്തിനേക്കാൾ അധികം ആ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഉറപ്പടിച്ചു. അവർക്ക് വേണ്ടി അവര് ഒരു ഡോക്ടറായി വരുന്നതും ആ മാതാപിതാക്കൾ മനസ്സ് നിറയുണ്ടായിരുന്നു, അല്ലെ? അങ്ങനെയുള്ള 6 കുട്ടികളാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ചത്. 6 കുട്ടികൾ. അപ്പോ ആ വാർത്ത കേട്ടപ്പോ, ആ വാർത്ത കണ്ടപ്പോ നമ്മളെ മനസ്സുണർന്നു. നമ്മളെത്ര പറഞ്ഞാലും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നൽകുന്ന ഒരു ക്ലാസ്സിനേക്കാൾ, ആ ക്ലാസ്സിൽ പറയുന്ന കാര്യത്തെക്കാൾ ഈ ഒരു അപകടം, ഇത് കണ്ട ദൃശ്യം നമ്മളെ ഹൃദയത്തിൽ അതൊക്കെ പതിഞ്ഞു. നമ്മൾ മക്കളോട് പറഞ്ഞു, മക്കളെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നമ്മളെ കണ്ണും ഹൃദയവും തുറപ്പിക്കണം. ഇങ്ങനെ നമ്മളെ ഹൃദയത്തെയും കണ്ണിനെയും തുറപ്പിക്കുന്ന കഴിഞ്ഞ കാല സംഭവങ്ങളാണ് മുഖമർദ്ദം. കഴിഞ്ഞ സമൂഹത്തിൽ നടന്ന സംഭവങ്ങൾ, ആ സമൂഹത്തെ ബാധിച്ച ദുരന്തങ്ങൾ, അപകടങ്ങൾ, അവർ നമ്മളെക്കാൾ ഉന്നതരായിരുന്നു, നമ്മളെക്കാൾ മഹാന്മാരായിരുന്നു. എന്നിട്ടും ഒരു സമൂഹത്തെ ആകെ തകർത്ത് കളഞ്ഞ ഉദാഹരണങ്ങൾ നമ്മളെ കണ്ണിനെ തുറപ്പിക്കാൻ, കാത് തുറപ്പിക്കാൻ, ഹൃദയം തുറപ്പിക്കാൻ അള്ള പറഞ്ഞതാണ്. ഇത് കൂട്ടിവെച്ച്, ഇത് വേണ്ടാതെ വെച്ച് വീട്ടിലിരുന്നവൻ, നാട്ടിലൂടെ നടന്നവൻ, കുടുംബത്തിൽ പോയാൽ, സർക്കാരിന് പോയാൽ, കച്ചവടം ചെയ്യാൻ പോയാൽ, ഇത് വേണ്ടാന്ന് വെച്ചവർക്കൊക്കെ നാളെ മനുഷ്യരയിൽ ഈ കണ്ണും കാതും ഹൃദയം ഉപയോഗപ്പെടില്ല. അതിജ്ഞാതരായി ഒരുമിച്ച് കൂട്ടുമാറും. പിന്നെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാണ്. സഹോദരങ്ങളെ, ഈ ഒരു അറിവ്, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കേണ്ടതാണ്. അത് നിലകൊള്ളേണ്ടതാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ട ഈമാനും തഖ്വയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തന്റെ മഹത്തായ തന്നുകൊണ്ട് നമുക്ക് വിട്ടുകൊടുത്ത് മാതാക്കി തീരുമാനാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തീരുമാനാവട്ടെ. നമ്മുടെ മാഹിയിലെ ഫിറോസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 7 വയസ്സായ മകള് ചെറുപ്പം മുതലേ നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സർജറി കഴിഞ്ഞു. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പെണ്ണുമകൾക്ക് ആഫിയത്തിനെയും ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവിധ പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളും കെടുതികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ സുഹൃത്ത് നൗഷാദ് കൂടി ഒരു ഉപ്പാകർമ്മത്തിൽ പോയിരുന്നു. ഉപ്പാകർമ്മം വളരെ സന്തോഷത്തോടു കൂടി പ്രയാസമില്ലാതെ ഞങ്ങൾ തിരിച്ചെത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞങ്ങളുടെ അമലുകൾ അള്ളാഹു മഖ്ബൂലുമായി കബൂൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ മുന്നോട്ട് രൂപപ്പെടുത്തുകയാണ്. പിന്നെ മക്കയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ഖുർആൻ പഠിതാവ് കൂടിയായ, ഓൺലൈനിൽ പഠിക്കുന്ന, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ പഠിക്കുന്ന മക്കയിലെ നമ്മുടെ ഒരു പഠിതാവ് കൂടിയായ ഒരു സഹോദരൻ ഈ ചെന്നൈയിലെ ഖുർആൻ പഠിതാക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കുറച്ച് കാരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തരും. എല്ലാവർക്കും ഇരട്ടം ചുരുക്കാനുണ്ടാവും. ആ കാരക്ക അത് എടുക്കുക, എന്നിട്ട് അത് തിന്നാ മക്കത്തതാണ്, ബർക്കത്തുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്കും മദീനക്കും ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള വസ്തുക്കൾക്കും ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. ബിസ്മി ചൊല്ലി ആ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ആ 2 കാരക്ക നമ്മളൊക്കെ തിന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വരുന്ന റമദാനിൽ അവസാനത്തെ 10 നമ്മളെ കുറച്ച് ആളുകൾ ഒരുമിച്ച്
അറബിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാവരും സത്യസന്ധമായിട്ട് അതിനുവേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നീട് അതിന്റെ പിന്നെ രൂപത്തിൽ അറിയിക്കും. അറബിലേക്ക് നമുക്ക് എത്ര തവണ പോയാലും ഊതി തീരാത്ത, നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ മനസ്സിനകത്ത് ഒഴിക്കുന്ന ഒരു എത്രയും അനുഗ്രഹീതമായ മണ്ണാണ് മക്കയും മദീനയും. അവിടെ നമ്മൾ എത്ര തവണ പോയാലും നമുക്ക് ഊതി തീരില്ല. അത് എത്ര തവണ പോകുന്നു അതിനനുസരിച്ച് പ്രതിഫലമാണ് പരലോകത്തുണ്ടാകും. ഒരു സുബ്ഹാനല്ലാഹ് ചെന്നൈയിൽ എന്ന് പറയുന്നത്, ഒരു സുബ്ഹാനല്ലാഹ് ചെന്നൈയിൽ എന്ന് പറയുന്നത് അറബിയിൽ എന്ന് പറഞ്ഞാൽ 1,00,000 ഇരട്ടി പ്രതിഫലമാണ്. 1,00,000 സുബ്ഹാനല്ലാഹ് പറയാൻ എത്ര സമയം വേണം? എങ്കിലും ഒരു സുബ്ഹാനല്ലാഹ് ഈ ചെന്നൈയിൽ ഒരു രൂപ നമ്മൾ ചിലവഴിച്ചാൽ അവിടെ മക്കത്ത് ഒരു റിയാൽ നമ്മൾ ചിലവഴിച്ചാൽ 1,00,000 റിയാൽ ചിലവഴിച്ച പ്രതിഫലമാണ്. അത് റമദാനിൽ കൂടി ആകുമ്പോൾ റമദാനിലെ ഉംറക്ക് പ്രത്യേകത, ഷഅബാനിലെ ഉംറ പോലെയല്ല, ശവ്വാലിലെ ഉംറ പോലെയല്ല. റമദാനിലെ ഉംറ എന്ന് പറഞ്ഞാൽ റസൂൽ പറയാ എന്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ കൂടെ ഒരു പ്രായമായ ഒരു സ്ത്രീക്ക് ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല. എല്ലാവരും ഹജ്ജ് ചെയ്തപ്പോൾ ആ പ്രായമായ സ്ത്രീ എന്നോട് പറഞ്ഞു, നബിയെ എനിക്ക് നിങ്ങളെ കൂടെ ഹജ്ജിന് വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, എന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി കിട്ടാൻ ഒരു മാർഗത്ത് അത് റമദാനിൽ ഒരു ഉംറ ചെയ്തില്ലാന്ന് പറഞ്ഞു. നബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി. അപ്പം അത് നമുക്ക് ആഗ്രഹിക്കുക, അതിനെ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനൊക്കെ നമുക്ക് നല്ല മനസ്സും നല്ല വിജയത്തും പരലോകത്തിലേക്ക് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ പരലോകത്തേക്ക് വരണം എന്ന അമിതമായ ആഗ്രഹമൊക്കെയാണ് നമ്മൾ എത്തിക്കുക. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. പ്രാർത്ഥിക്കുക. ആരോഗ്യ ആരോഗ്യത്തും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വേണം. എല്ലാം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശവും നിറവേറ്റുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.